മക്കളെ, ഇന്ന് നമുക്ക് ചട്പട് ആർ നടുക്കട് എന്ന കഹാനിയിൽ നിന്നും എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. ആ ഒരു ചാപ്റ്ററിൽ നിന്ന് മാത്രമാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ പാരഗ്രാഫ് വായിക്കാം. നടുക്കടിനെ രോത്തെ രോത്തെ കഹാ തും ഘർ ജാക്കർ മാംസെ മേരി शिकायत करोगी अगर न करो तो जो कहो नड़कड़ का रोना बंद हो गया मुझे कागज की नाव बनाना नहीं आता तुम सिखा दोगे हाँ उसमें क्या है नड़कड़ गुस्स होकर बोला पर मुझे तैरना नहीं आता तुम सिखा दोगे हाँ उसमें क्या है कौन सा प्रस्ताव सही है എന്നാണ് ചോദ്യം. ചട്പട് കോ കാഗസ് കി നാവ് ബനാന ആത്താ ഹെ. ചട്പടിന് കടലാസ് തോണി ഉണ്ടാക്കാൻ അറിയാം. അത് ശരിയാണോ? അല്ല. നടുക്കടുക്കോ തൈർന ആത്താ ഹെ. നടുക്കടന് നീന്താൻ അറിയാം. തെറ്റാണ് അല്ലേ? നടുക്കടുക്കോ കാഗസ് കി നാവ് ബനാന ആത്താ ഹെ. നടുക്കടന് കടലാസ് തോണി ഉണ്ടാക്കാൻ അറിയാം. ശരിയാണ്. നടുക്കടുക്കോ ഗിട്ടി പോരാൻ ആത്താ ഹെ. ചട്പടിന് ഗിട്ടി എറിയാൻ അറിയാം എന്നാണ് പറഞ്ഞത്. തെറ്റാണ്. അപ്പോൾ ഏതാണ് ശരിയായിട്ടുള്ളത്? ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത്. നടുക്കടുക്കോ കാഗസ് കി നാവ് ബനാന ആത്താ ഹെ. നടുക്കടന് കടലാസ് തോണി ഉണ്ടാക്കാൻ അറിയാം. ഇനി അടുത്ത ചോദ്യം, യഹാം നടുക്കടുക്കോ രോനേക്ക ക്യാ കാരണം. ദാ ഇവിടെ നടുക്കട് കരയാനുള്ള കാരണം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഇവിടെ നടുക്കട് കരയാനുള്ള കാരണം? അമ്മയോട് പരാതി പറയും എന്ന് കരുതിയിട്ടാണ് അല്ലേ? തും ഘർ ജാക്കർ മാംസേ ശിക്കായത്ത് കരോഗെ. തും ഘർ ജാക്കർ മാംസേ ശിക്കായത്ത് കരോഗെ. അപ്പം എന്താണ്? നടുക്കടിനെ സോച്ചാ കി ബായി ഘർ ജാക്കർ മാംസേ ശിക്കായത്ത് കരോഗെ ഇസ്ലിയെ. എന്താണ് കാരണം? നടുക്കട് ചിന്തിച്ചു ചേട്ടൻ വീട്ടിൽ ചെന്നിട്ട് എല്ലാ കാര്യവും അമ്മയോട് പറയുമെന്ന്. അത് ഓർത്തിട്ടാണ് അവൻ എന്ത് ചെയ്യാൻ തുടങ്ങിയത്? കരയാൻ തുടങ്ങിയത് അല്ലേ? कहानी के इस प्रसंग में नड़कड़ और चटपड़ के बीच की संभावित बातचीत लिखी. ഈ തന്നിരിക്കുന്ന ഈ പ്രസംഗത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് നടുക്കടും ചട്പടും തമ്മിലുള്ള സംഭാഷണം എഴുതാനാണ് പറഞ്ഞത്. അത് നമ്മളിതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ടൈം ക്വസ്റ്റ്യൻ. അത് വിശദമായിട്ട് പറയുന്നുണ്ട്. എങ്കിലും നമുക്ക് ആ ഒരു ആൻസർ കീ എടുത്തിട്ട് തന്നെ അതിൻ്റെ ആൻസർ നോക്കാം. നടുക്കട് और चटपड़ के बीच की संभावित बातचीत. चटपड़ अब तो तुम बह जाने से बच गए हो फिर क्यों रो रहे हो. നീ ഇപ്പോൾ ഒഴുകി പോകുന്നത് രക്ഷപ്പെട്ടയില്ലേ, പിന്നെ എന്തിനാണ് കരയുന്നത് ചോദിക്കുകയാണ്. നടുക്കട് തും ഘർ ജാക്കർ മാംസേ ശിക്കായത്ത് കരോഗി. നീ വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് പരാതി പറയും. ന കരോം തോ അങ്ങനെ ചെയ്തില്ലെങ്കിലോ തോ ജോ കഹോ എങ്കിൽ നീ പറയൂ. മുജെ കാഗസ് കി നാവ് ബനാന നഹി ആത്താ തും സിഖാ ദോഗെ. എനിക്ക് കടലാസ് തോണി ഉണ്ടാക്കാൻ അറിയുകയില്ല, നീ പഠിപ്പിക്കുമോ? ഹാ ഉസ്മേ ക്യാ ഹെ. അതിനെന്താണ്? പർ മുജെ തൈർന നഹി ആത്താ തും സിഖാ ദോഗെ. പക്ഷെ എനിക്ക് നീന്താൻ അറിയില്ല, നീ പഠിപ്പിക്കുമോ എന്ന് ചോദിക്കുകയാണ്. ഹാ ഉസ്മേ ക്യാ ഹെ. അതിനെന്താണ് എന്ന് പറയുന്നു. അരേ ചോട്ടെ തും ഹം ദോനോ കാ കപ്പടെ ഭീഗ് ഗയേ ഹേ. നമ്മുടെ രണ്ടുപേരുടെയും വസ്ത്രം നനഞ്ഞിരിക്കുകയല്ലേ. മേ ഭീഗേ കപ്പടോ സേ ദേഖേ മാം പൂച്ചേഗി തോ ക്യാ കഹേങ്കേ. നമ്മളിങ്ങനെ നനഞ്ഞ വസ്ത്രത്തോടെ കണ്ട അമ്മ ചോദിച്ചാൽ എന്ത് പറയും? ഹാ ബെഡേ അബ്. ഇനി ആവോ ദൗഡ് ലഗാത്തേ. നമുക്ക് എന്ത് ചെയ്യാം? ഓടാം. കപ്പടെ അപ്പനെ ആപ്പ് സൂക്ക് ചായെങ്കേ. വസ്ത്രം എങ്ങനെയാവും? താനെ ഉണങ്ങിക്കോളെന്ന് പറയാണ്. ചട്പട് ഹാ ടീക്കേ. അത് ശരിയാണ് എന്ന് പറയുന്നു. ഇത് നമ്മൾ ഫസ്റ്റ് ടൈം ക്വസ്റ്റ്യൻ നോക്കിയതിലുള്ള ആൻസറാണ്. അങ്ങനെ ഒരു വീഡിയോ കൂടെ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈമിൻ്റെ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കൂടെ എടുത്തിട്ട് കാണണം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കഹാനിക്ക് ഘടനാവോങ്കോ ക്രമബന്ധ് കർക്കെ ലിഖേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഥയിലെ തന്നിരിക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ, അത് ക്രമത്തിലല്ല, അതിനെന്താക്കണം? ഓർഡറായിട്ട് എഴുതണം. അതാണ് പറഞ്ഞത്. ദോനോ ബായി താലാബ് ഗിട്ടി പോരാത്തെ. രണ്ട് സഹോദരങ്ങളും കുളത്തിൽ എന്ത് ചെയ്യുന്നു? ഗിട്ടി എറിയുന്നു. നടുക്കട് നദിമേ കാഗസ് കി നാവ് ബഹാത്തായ. നടുക്കട് നദിയിൽ കടലാസ് തോണി ഒഴുക്കുന്നു. നടുക്കടിക്ക് ജാൻ ചട്പട് ബജാത്തായ. നടുക്കടിൻ്റെ ജീവൻ ചട്പട് രക്ഷിക്കുന്നു. ചോട്ടാ ബായി നദിമേ ഗിർജാത്തായ. ചെറിയ സഹോദരൻ എന്ത് ചെയ്യുന്നു? വെള്ളത്തിലേക്ക് വീഴുന്നു. ഇത് നമ്മൾ നേരത്തെ നോക്കിയ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നിരിക്കുന്നത്. നടുക്കട് നദിമേ കാഗസ് കി നാവ് ബഹാത്താ ഹെ എന്നാണ് ഫസ്റ്റ് വരിക. നടുക്കട് നദിമേ നടുക്കട് നദിമേ കാഗസ് കി നാവ് ബഹാത്തായ. കടലാസ് തോണി ഒഴുക്കുന്നു. പിന്നെന്താ? ചോട്ടാ ബായി നദിമേ ഗിർ ജാത്താ ഹെ. പിന്നെന്താ ചെയ്യുന്നത്? സഹോദരൻ വെള്ളത്തിലേക്ക് വീഴുന്നു. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? നടുക്കടിക്ക് ജാൻ ചട്പട് ബജാത്താ ഹെ. നടുക്കടിൻ്റെ ജീവൻ ആരെ രക്ഷപ്പെടുത്തുന്നു? ചട്പട് രക്ഷപ്പെടുത്തുന്നു.
ദോനോബായി തലാമേ കിട്ടി പൗരാത്ത ഹെ. ഇങ്ങനെയാണ് ഓർഡറായിട്ട് വരുന്നത്. ഉണ്ടോ ഇവിടെ അത് ഓർഡറായിട്ട് ഇതുപോലെ തന്നെയാണ് ഓർഡറായിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചട്പട് ഓർ നടുക്കട് കഹാനിക്കായി ഹംശ പടയും. ഈ തന്നിരിക്കുന്ന ഭാഗം വായിച്ചിട്ട് 1 മുതൽ 3 വരെയുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. चटपट को तैरना आता था, उसने झट अपना बस्ता पीठ से उतारकर पुल के मुंडेर पर गिर और नदी में कूद पड़ा. थोड़ी दूर तैर बाद उसने नटखट को पकड़ लिया और किनारे पर ले आया. चटपट को इतना गुस्सा आ रहा था कि नटखट को 2 चापड़ लगाए, पर नटखट इतना डरा और घबराया हुआ था कि उसे छोटे भाई पर प्यार आ गया. ഞാൻ മോനൊക്കെ അനുസാരം ലിഖിയുമെന്നാണ് പറഞ്ഞത്. മാതൃക അനുസരിച്ച് എഴുതാൻ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു വർക്കാണിത്. ചട്പട് തൈർത്താ ഹെ. തൈർത്താ എന്നതുകൊണ്ടാണ് ഇവിടെ രഹ എന്ന് വന്നത്. ഇവിടെ തേ എന്നാണ് വന്നത്. അപ്പം തേ വന്നതുകൊണ്ട് എന്താണ് ഇവിടെ രഹേ എന്നാണ് വരുന്നത്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മുടെ ഫസ്റ്റ് ടൈം എക്സാമിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. എക്സാം ക്വസ്റ്റ്യനും ആൻസറും അതിൽ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഉണ്ട്. അതിൽ വിശദമായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ആ ക്ലാസ് കാണുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്യാർ കാ സമാനാർത്ഥി ശബ്ദ കൊൻസായ. സ്നേഹം എന്നതിൻ്റെ സമാനാർത്ഥം വരുന്ന ശബ്ദം ഏതാണെന്നാണ് ചോദിച്ചത്. സ്നേഹ്. സ്നേഹ് അതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഗുസ്സ ആനെ പർ ബി ചട്പടിനെ നടുക്കടുക്കോ നെഹി മാരാക്യോ. ദേഷ്യം വന്നിട്ടും ചട്പടിന് അടുക്കടിനെ അടിച്ചില്ല. എന്താ കാരണം? ഒഴുകി പോകുന്നതിൽ അവൻ വളരെയധികം ഭയപ്പെട്ടിരുന്നു അല്ലേ? അതുകൊണ്ടാണ് ദേഷ്യം വന്നിട്ട് അവൻ അടിക്കാതിരുന്നത്. അതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് നടുക്കട് നദിമേ ഗിർക്കർ ബഹുജാനേസെ ബഹുത്ത് ഡര. നടുക്കട് നദിയിൽ വീണിട്ട് ഒഴുകി പോകുന്നതിൽ വളരെയധികം ഭയപ്പെടുകയും പേടിക്കുകയും ചെയ്തു. ഈ കാരണത്താലെയാണ് എന്ത് ചെയ്യാതിരുന്നത്? അടിക്കാതിരുന്നത്. വായിച്ചു നോക്കാം. നടുക്കട് നദിമേ ഗിർക്കർ ബഹുജാനേസെ ബഹുത്ത് ഡര ഓർ ഗബരായ ഹുവ ദിഗ. ഇത്രയും നിങ്ങൾ കാണാതെ പഠിക്കണം. ഓക്കെ, ബാക്കി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടും. ഈ ഒരു സെന്റൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? കാണാതെ പഠിക്കുക. ബാക്കി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നിന്ന് കിട്ടും. इसलिए नटखट को इस हालत में देखकर गुस्सा आने पर भी चटपट ने उसको नहीं मारा. ओके, इനി അടുത്ത ക്വസ്റ്റ്യൻ. चटपट ने नदी में कूदकर नटखट को बचाया. चटपट की उस दिन की डायरी लिखी है. चटपट വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയിട്ട് നടുക്കടിനെ രക്ഷപ്പെടുത്തിയില്ലേ? ആ ദിവസത്തെ ഡയറി എഴുതാനാണ് പറഞ്ഞത്. നമ്മൾ ആ ഡയറിയും ഇതുപോലെ തന്നെ നോക്കിയതാണ്. ഇതൊക്കെ നദിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുള്ള ഡയറിയാണിത്. ആജ് ഏക്ക് ബുരാ ദിൻ. ഇന്നൊരു ചീത്ത ദിവസമായിരുന്നു. ആജ് നടുക്കടിനെ ഹദ് കർദി. ഇന്ന് നടുക്കട് പരിധി ലംഘിച്ചു. സ്കൂൾ മേ ലൗട്ട് രഹാദ. സ്കൂളിൽ നിന്ന് തിരിച്ചു വരികയായിരുന്നു. അബു വഹ് മേരി നസറോം സെ ബജ്കർ നദി കിനാരെ കാഗസ് കി നാവ് ബഹാനെ കെലിയെ ഗയ. അപ്പോൾ അവൻ എൻ്റെ കണ്ണിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് എങ്ങോട്ട് പോയി? കടലാസ് തോണി ഒഴുക്കാൻ നദീതീരത്തേക്ക് പോയി. ലേക്കിൻ പർ ഫിസൽ പയർ പയറാണ്. ലേക്കിൻ പയർ ഫിസൽക്കർ. പക്ഷേ കാല് വഴുതിയിട്ട് അവൻ വെള്ളത്തിലേക്ക് വീണു. ഏഹ് ദേക്കർ മേനെ തുരന്ത് നദിമേം കൂതുപട. അത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വെള്ളത്തിലേക്ക് എടുത്തു ചാടി. തൊടി ദൂർ തയർനേക്കെ ബാദ് ഹി മേനെ നടുക്കടുക്കോ പക്കടാലിയ. കുറച്ച് ദൂരെ നീന്തിയതിനു ശേഷം ഞാൻ നടുക്കടിനെ പിടിച്ചു. കിനാരെ പർലയായ. തീരത്തേക്ക് കൊണ്ടുവന്നു. മുജെ ഗുസ്സായ. എനിക്ക് ദേഷ്യം വന്നു. നടുക്കടുക്കോ ദോ ചാബട ലഗാന ചാഹ. നടുക്കടിന് നല്ല 2 അടി കൊടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. പർ വഹ് ഡരാ ഓർ ഘബരായ ഹുവാ. പക്ഷെ അവൻ വളരെയധികം ഭയപ്പെട്ടിരുന്നു. മുജെ ഉസ് പർ പ്യാർ ആകയ. എനിക്ക് അവനോട് സ്നേഹം തോന്നാൻ തുടങ്ങി. ഉസ്നെ മുജെ മാംസേ വഹ് ബാത്ത് ന കഹ്നേക്കോ കഹ. അമ്മയോട് കാര്യങ്ങളൊന്നും പറയരുതെന്ന് അവൻ എന്നോട് അറിയിച്ചു. ഇസ്ലിയെ ഹംനെ ദൗഡ്കർ കപ്പടെ സുഖാ ദിയ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓടി ഞങ്ങളുടെ വസ്ത്രങ്ങളൊക്കെ ഉണക്കി. മാംസേ ഹം കുച്ച് നെഹിം കഹ. അമ്മയോട് ഞങ്ങളൊന്നും പറഞ്ഞില്ല. ഇസ് ഘടനാക്കെ ബാരേമേ സോച്ചത്തെ ഹി മൻ ഘബരാ ജാത്താവും. ഈ കാര്യത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ മനസ്സിൽ വളരെയധികം ഭയം ഉണ്ടാവുകയാണ്. ഭഗവാൻ കി കൃപാസെ വഹ് ബച്ച് ഗയ. ഈശ്വര കൃപയാൽ അവൻ രക്ഷപ്പെട്ടു. മുജെ തരണ നെഹി ആത്താ തോ ഉസ്കാ ക്യാ ഹാൽ ഹോത്ത. എനിക്ക് നീന്താൻ അറിയില്ലായിരുന്നു എങ്കിൽ അവൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു? ഏ ഘടനാമേ കബി നെഹി പോലും കയ്യ. ഈ ഒരു സംഭവം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല എന്നാണ് നമ്മുടെ ചട്പട് ഡയറി എഴുതിയിരിക്കുന്നത്. അപ്പോൾ ചട്പടിൻ്റെ ഡയറി നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി അടുത്തത് കഹാനിക്ക് ആധാർ പർ സഹി മിലാനാണ് പറഞ്ഞത്. നടുക്കട് മാ ബദക്കെ ചട്പട്. ഇതും നമ്മൾ അതിൽ നോക്കി അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബദക്കയുമാണ്. താറാവുകളാണ് കുളത്തിൽ നീന്തുന്നത് അല്ലേ? താറാവുകൾ എന്ത് ചെയ്യുന്നു? കുളത്തിൽ നീന്തുന്നു. നമുക്ക് ഇവിടെ തന്നെ മാർക്ക് ചെയ്ത് നോക്കാം. നടുക്കട് മാം ബദക്കെ ചട്പട് എന്നാണ്.
അമ്മ എന്താണ് ഉപദേശിച്ചതാണ് അല്ലേ. മാം, അമ്മ ചട്പടിനെ ഉപദേശിക്കുന്നു. താലാബ് കെ പാനീമേ തൈർത്തി ഹേ, എന്താണ് ബതക്കേമാണ്, താറാവുകളാണ് കുളത്തിലെ വെള്ളത്തിൽ നീന്തുന്നത്. പിന്നെ നദീമേം ചോട്ടേക്കോ ബച്ച്, നദിയിൽ നിന്നും ചോട്ടയെ രക്ഷിക്കുന്നത് ആരാണ്, ചടുപ്പടാണ് അല്ലെ. ചടുപ്പടാണ് നദിയിൽ നിന്നും സഹോദരനെ രക്ഷപ്പെടുത്തുന്നത്. പിന്നെ ബഡേക്കോ ഗിട്ടി പോരാന, ചേട്ടന് കല്ലെറിയാൻ പഠിപ്പിക്കുന്നത് നടുക്കടാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. बड़े को छोटे का ध्यान रखना ही पड़ता है, माम के इस कथन का संकेत क्या है? മുതിർന്നവര് ചെറിയവരെ നോക്കണമെന്ന് പറഞ്ഞല്ലോ, അതിൽ അമ്മ പറഞ്ഞതിൻ്റെ സങ്കേത സൂചന എന്താണെന്നാണ് ചോദിച്ചത്. നടുക്കടുക്കോ സ്വതന്ത്ര ചലനേത്, നടുക്കടിനെ സ്വതന്ത്രനാക്കി വിടണം എന്നാണോ? നടുക്കടുക്ക തിരസ്കാർ കരേ, നടുക്കടിനെ തിരസ്കരിക്കണം എന്നാണോ? നടുക്കടുക്ക ദേക്കുപാൽ കരേ, നടുക്കടിനെ ശ്രദ്ധിക്കണം എന്നാണോ? നടുക്കടിനെ ശിക്ഷ നൽകണമെന്നാണോ? എന്താണ്, നടുക്കടിനെ ശ്രദ്ധിക്കണം എന്നാണല്ലേ. നടുക്കടിനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ചേട്ടന്മാർ തന്നെയാണ് അനിയന്മാരെ നോക്കേണ്ടത് എന്ന് പറഞ്ഞത്. നടുക്കടിൻ്റെ ആ ഒരു സംരക്ഷണം അവനുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. नडकड़ के बारे में चटपट माम से शिकायत करता है, इस प्रसंग पर माम और चटपट के बीच की बातचीत लिखी. നടുക്കടിനെ ബാരേമേ, നടുക്കടിനെ കുറിച്ചിട്ട് ചട്പട് അമ്മയോട് പരാതി പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അമ്മയോട് പരാതി പറയുന്നതിനെ കുറിച്ചിട്ടുള്ള ആ ഒരു സംഭാഷണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ ഒരു സംഭാഷണം മാത്രമായിട്ട് ചെയ്തിട്ടുണ്ട്, സംഭാഷണവും ഡയറിയും കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഹിന്ദി വിന്നർ സെർച്ച് ചെയ്താൽ അത് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ ആൻസർ ഒന്ന് നോക്കി പഠിക്കാം. ഇനി നമുക്ക് നോക്കാം, ചട്പട് ഓർ നടുക്കട് കഹാനിക്ക യഹംശ് പടേം. ചട്പട് നടുക്കട് എന്ന കഹാനിയിലെ ഈ ഭാഗം വായിച്ചിട്ട് 1 മുതൽ 4 വരെയുള്ള ചോദ്യത്തിന് ഉത്തരമാണ് നമ്മൾ എഴുതേണ്ടത്. നടുക്കടിനെ രോത്തേ രോത്തേ കഹാ, നടുക്കട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, തും ഘർ ജാക്കർ മാംസേ മേരി ശിക്കായത്ത് കരോഗെ, നീ വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് എൻ്റെ പരാതി പറയും. അകറിനെ കരോത്തോ, പക്ഷെ അങ്ങനെ ചെയ്തില്ലെങ്കിലോ, തോ ജോ കഹോ, നടുക്കട് കരോന ബന്ദ് ഹോ ഗയ, നടുക്കടിൻ്റെ കരച്ചിൽ നിന്നു. മുझे കാഗസ് കി നാവ് ബനാനാ നഹീ ആതാ, തും സിഖാ ദോഗെ, എനിക്ക് കടലാസ് തോണി ഉണ്ടാക്കാൻ അറിയുകയില്ല, നീ പഠിപ്പിക്കുമോ? ആഹാ ഉസ്മേ ക്യാ ഹൈ, അതിനെന്താണ്? നടുക്കട് ഖുശ് ഹോക്കർ പോലെ, നടുക്കട് സന്തോഷത്തോടെ പറയാണ്. പർ മുझे തൈർനാ നഹീ ആതാ, തും സിഖാ ദോഗെ, പക്ഷെ എനിക്ക് നീന്താനും അറിയില്ല, നീ പഠിപ്പിക്കുമോ? ഹാ ഉസ്മേ ക്യാ ഹൈ, അതിനെന്താണ്? നമൂനയ്ക്ക് അനുസാർ ലിഖിയേ, മാതൃക അനുസരിച്ച് എഴുതുക. നടുക്കട് രോത്താ ഹേ, നടുക്കട് രോ രഹാ ഹേ. മാം സുൻതി ഹേ, മാം സുൻ രഹി ഹേ എന്നാണ് വരിക കേട്ടോ. തീ വന്നതുകൊണ്ട് എന്താണ്, തീ എന്ന് വന്നതുകൊണ്ട് രഹി എന്നാണ് വരിക. രഹി ഹേ, രഹി ഹേ. കാഗസ് കി നാവ് ബനാന കോൺ സിഖായേഗ, കടലാസ് തോണി ഉണ്ടാക്കാൻ ആര് പഠിപ്പിക്കും? ആരാണ് കടലാസ് തോണി ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നത്? നടുക്കടാണ് അല്ലേ. നടുക്കടനാണ് കടലാസ് തോണി ഉണ്ടാക്കാൻ അറിയപ്പോൾ എന്താണ് നടുക്കട്. നടുക്കടുക്കെ അപ്പന അനുഭവം ബതാത്തെ ഹുയെ മിത്രക്കെ നാം പത്ര ലിഖ, നടുക്കട് തൻ്റെ അനുഭവം പറഞ്ഞുകൊണ്ട് മിത്രത്തിന് കത്ത് എഴുതാണ്. നടുക്കടുക്ക പത്ര കൽപ്പന കർക്കയിലേക്ക്, നടുക്കടിൻ്റെ ആ കത്ത് സങ്കല്പിച്ച് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഈ നടുക്കടിൻ്റെ ഡയറി നമ്മൾ എഴുതിയിട്ടുണ്ട്. നടുക്കടിൻ്റെയും ചട്പടിൻ്റെയും കൂടെ ഡയറി ആയിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ആ വീഡിയോ ഒന്ന് സെർച്ച് ചെയ്തിട്ട് കാണുക. പ്ലേലിസ്റ്റിലുണ്ടായിരിക്കും, പ്ലേലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ നടുക്കടിൻ്റെയും ചട്പടിൻ്റെയും ഡയറി, ഈ വെള്ളത്തിൽ പോയ ദിവസം നടുക്കട എഴുതിയ ഡയറിയും അതുപോലെ തന്നെ ചട്പട എഴുതിയ ഡയറിയും തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, അതൊന്ന് എടുത്തിട്ട് കാണാം. കഹാനിക്ക് ഇസ് ഘടനയ്ക്ക് ആധാർ പർ പടുക്കഥക്ക ദൃശ്യയിലേക്ക് പടുക്കഥയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ നമ്മൾ ഓരോ വീഡിയോയിലായിട്ട് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഹിന്ദി വിന്നറിൽ പ്ലേലിസ്റ്റിൽ നിന്നെല്ലാം ലഭിക്കുന്നതായിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ചട്പട് ഓർ നടുക്കട് കഹാനിക്ക യംശ് പടേം ഓർ, വീണ്ടും നമ്മൾ ഇതെന്ത് ചെയ്യണം, ഈ പാരഗ്രാഫ് വായിച്ചിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് എഴുതാണ് വേണ്ടത്. അചാനക് ഉസ്കാ പവ് ഫിസല और पानी में गिरा पड़ा, पानी का बहाव तेज था और नड़कड़ को तैरना नहीं आता था, छोटा सा ही तो था तब गया, बह गया, डूबते उतारते दूर जाने लगा, चटपट को तैरना आता था, उसने जड़ा अपना बस्ता पीठ से उतार कर पुल की मुंडर पर रखा और नदी में कूद पड़ा. സഹി വാക്യമാണ് എഴുതാൻ പറഞ്ഞത്. ചോട്ടാ ബായി നദി മേ ബഹ് രഹി ഹേ, ചോട്ടാ ബായി നദി മേ ബഹ് രഹാ ഹേ,
छोटा भाई नदी में बह रहे हैं छोटा भाई नदी में बह रहा है നിങ്ങളിത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ആ ഒരു സെന്റൻസ് കിട്ടും छोटा भाई नदी में नड़कड़ तैरना नहीं आता छोटा सा ही होदा बह गया उधर से डूबा गया तैरना आता था झटपटा अपना बस्ता पेड़ पर उधर का बोल के मुंडर पर नदी छोटा भाई नदी में बह रहा എന്നാണ് വരിക കേട്ടോ നദി മേ ബഹ് രഹാ ഹേ ചോട്ടാ ഭായി നദി മേ ബഹ് രഹാ ഹേ എന്നാണ് വരുന്നത് ഇനി അടുത്തത് നടുക്കട് പാനി മേ ബഹ് ഗയ ക്യോം നടുക്കട് വെള്ളത്തിൽ ഒഴുകി പോയി എങ്ങനെ നടുക്കട് വെള്ളത്തിൽ ഒഴുകാനുള്ള കാരണം എന്താണ് നടുക്കട് नदी में कागज की नाव बनाकर पानी में डाल रहा था इसी समय पाव फिसल कर पानी में गिरा और बह गया അല്ലേ അങ്ങനെ വെള്ളത്തിലിട്ട് കളിക്കുന്ന സമയത്ത് കാല് വഴുതി വെള്ളത്തിലേക്ക് വീണു എന്നിട്ട് ഒഴുകിപ്പോയി അത്രയാണ് അതിന്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് 2 മാർക്കാണ് അതിനുണ്ടായിരിക്കുക नदी में डूबते उतारते हुए नടുക്കട് बहुत डर गया था उस समय पर നടുക്കട് की ഡയറി लिखे നമ്മൾ നേരത്തെ നോക്കി അതേ ഡയറി തന്നെ ഇവിടേക്ക് എഴുതിയാൽ മതി ട്ടാ നടുക്കടിന്റെ ഡയറി നദിയിൽ വീണ ദിവസം നടുക്കട് എഴുതിയ ഡയറി ഞാൻ വെള്ളത്തിൽ മുങ്ങി പൊങ്ങി ഒഴുകി പോവുകയായിരുന്നു ചേട്ടൻ എന്നെ രക്ഷപ്പെടുത്തി ചേട്ടന് നീന്താൻ അറിയില്ലായിരുന്നു എങ്കിൽ എന്തായിരിക്കും അവസ്ഥ എനിക്ക് നീന്താൻ പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആരെഴുതുന്നുണ്ട് ഡയറി നടുക്കട് ഡയറി എഴുതുന്നു നമ്മൾ സങ്കല്പിച്ച് എഴുതുന്നതാണ് ഡയറി കേട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക എന്ന് കരുതിയിട്ട് സങ്കല്പിച്ച് എഴുതാം ഇനി അടുത്ത് വരുന്നത് നദി സേ ബച്ചനെ കെ അനുഭവ കാ ജിക്ർ കർത്തെ ഹുയെ മിത്ര കെ നാം നടുക്കട് കാ പത്ര ലിഖേ നടുക്കട് മിത്രത്തിന് കത്തെഴുതണം അപ്പം നമ്മൾ നേരത്തെ ഇവിടെ നടുക്കടിൻ്റെ ഡയറി എങ്ങനെ എഴുതണം എന്ന് പഠിച്ചല്ലോ അതുപോലെ തന്നെ ആ ഡയറി പത്രാക്കി മാറ്റിയാൽ മതി നമ്മൾ പത്രിൻ്റെ എന്ത് ചെയ്യണം അഡ്രസ്സ് കൊടുക്കുക പത്രം എഴുതേണ്ട ഫോർമാറ്റ് ഉണ്ടല്ലോ ആ പത്രിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ട് ഡയറി തന്നെ നമ്മൾ എന്ത് ചെയ്യണം അതിലേക്ക് എഴുതിയാൽ മതി ഓക്കെ സഹി പ്രസ്താവ് ചുൻകറിലേക്ക് ശരിയായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതാം मित्र के कारण चटपट परेशान हो जाता है पड़ोसी के कारण चटपट परेशान हो जाता है छोटे भाई के कारण चटपट परेशान हो जाता है पिता के कारण चटपट എന്താണ് ചോട്ടെ ബായി കാരണമാണ് ചട്പട്ട് വിഷമിക്കുന്നത് ചോട്ടെ ബായി കാരണമാണ് അപ്പം അത്രയാണ് നമുക്ക് 2 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് അല്ലേ അടുത്തത് വീണ്ടും दोनों भाई के कपड़े कैसे भीग गए എന്നൊരു ക്വസ്റ്റ്യൻ ആണ് അതേപോലെ തന്നെ ആ ടെക്സ്റ്റ് ബുക്കിലുള്ള 2 സെന്റൻസ് ഇവിടെ തന്നിട്ടുണ്ട് ബാരിഷ് മേ ഗേൽനെ സേ മഴയിൽ കളിച്ചത് കൊണ്ട് നദിമേ ഡൂബനെ സേ നദിയിൽ മുങ്ങിയത് കൊണ്ട് നാലേമേ ഗേൽനെ സേ തോട്ടിൽ കളിച്ചുകൊണ്ട് താലാമേ കുളത്തിൽ നീന്തിയത് കൊണ്ട് എന്താണ് 2 സഹോദരങ്ങളുടെയും വസ്ത്രം നനയാനുണ്ടായ കാരണം എന്താണ് എങ്ങനെയാണ് നനഞ്ഞത് നദീമേ ഡൂബിനെസ് അല്ലെ നദിയിൽ മുങ്ങിയതുകൊണ്ടാണ് അല്ലേ കഹാനി കെ ഇസ് പ്രസംഗ കെ ആധാർ പർ പടുക്കഥ കാ ഏക ദൃശ്യ ലിഖേം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കഥയുടെ ഈ ഒരു ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസ് ഉണ്ടല്ലോ ഈ പാരഗ്രാഫ് അതിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം പടുക്കഥ തയ്യാറാക്കണം कहानी के इस प्रसंग के आधार पर अरे ചോട്ടി ഹം ദോനോ കെ കപ്പടെ ഭീഗ് ഗയേ ഹേ ഇവിടെ പടുക്കഥ വരാനുള്ള സാധ്യത കുറവാണ് നിങ്ങൾക്ക് ഇവിടെ വാർത്താലാപാണ് വരാൻ സാധ്യത ഉണ്ടാവുക കേട്ടോ വാർത്താലാപായിരിക്കും വരുന്നത് അപ്പം നമുക്ക് ഈ പടുക്കഥ മാറ്റിയിട്ട് ഇവിടെ വാർത്താലാപ് കഹാനി കെ ഈസ് പ്രസംഗ് ദോനോ കെ കപ്പടെ ഭീഗ് ഗയേ 2 പേരുടെയും വസ്ത്രം നനഞ്ഞപ്പോൾ ആ വസ്ത്രം എങ്ങനെ ഉണക്കും ഇനി നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് 2 പേരും കൂടെ സംസാരിക്കുന്നതായിട്ട് ചട്പടും നടുക്കടും തമ്മിൽ സംസാരിക്കണം അമ്മ ചോദിച്ചാൽ എന്ത് പറയും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ സംസാരമാക്കിയിട്ട് നമുക്കതിനെ മാറ്റാം ഓക്കെ ഇനി ചട്പട് പറഞ്ഞ നടുക്കടിൻ്റെ അതേ കഹാനിയിൽ നിന്ന് തന്നെ വീണ്ടും ചോദ്യം സഹി വാക്യ ചുൻകർ ലിഖേം എന്നാണ് ശരിയായിട്ടുള്ള സെന്റൻസ് ഏതാണ് മാ മുസ്കുര രഹാ ഹേ മാ മുസ്കുര രഹേ ഹേ മാ മുസ്കുര രഹി ഹേ മാ മുസ്കുര രഹി ഹൂം മാ മുസ്കുര രഹി മാ മുസ്കുര രഹാ ഹേ എന്നാണ് വരിക മാ മുസ്കുര രഹാ ഹേ എന്നാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക
അടുത്തത് ഉപയുക്ത പ്രസംഗ पर മാം और झटपट की बातचीत लिखिए. അമ്മയും ചട്പടും തമ്മിലുള്ള ബാച്ചിത്താണ് നമ്മൾ തയ്യാറാക്കിയതാണ് ഇതിലുള്ള ക്വസ്റ്റ്യൻ ഒക്കെ. ഇതിൽ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം, ഈ പാഠത്തിൽ നിന്നും ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻ വരാം എന്നാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഇത്രയും ഇതുപോലെയുള്ള ഇതിലുള്ള ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ തന്നെയാണ് നിങ്ങൾക്ക് വരിക. മനസ്സിലായ? स्कूल के रास्ते के अनुभवों का जिक्र करते हुए मित्र के नाम पत्र लिखिए. സ്കൂളിലേക്ക് പോകുന്ന വഴിയിലുണ്ടായ അനുഭവങ്ങളുണ്ടല്ലോ, ആ വഴിയിലുണ്ടായ അനുഭവങ്ങളൊക്കെ ഓർമ്മിച്ചുകൊണ്ട് മിത്രത്തിന് കത്തെഴുതാണ് ചട്പട്. സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ പോകുന്ന വഴിയിൽ പല കാര്യങ്ങൾ നടന്നായിട്ട് നമ്മൾ പഠിച്ചു. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ആർക്ക് എഴുതുകയാണ്? ചട്പടിൻ്റെ മിത്രത്തിന് കത്തിൽ എഴുതാണ്. അപ്പോൾ നമ്മൾ കത്തിൻ്റെ ഫോർമാറ്റ് തീർച്ചയായിട്ടും പഠിച്ചു വെക്കുക. കത്തിൻ്റെ ഫോർമാറ്റ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എത്ര മാർക്കുണ്ട്? വരെ 2 മാർക്കാണ് ഫോർമാറ്റിന്. ആ ഫോർമാറ്റ് എഴുതിയാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിന് 2 മാർക്ക് കിട്ടുക. നിങ്ങളത് അല്ലാതെ പത്രം കുറേ വാരി വലിച്ചെഴുതിയെന്ന് കരുതിയിട്ട് 4 മാർക്ക് കിട്ടൂല. എത്ര പത്രം എഴുതിയാൽ നിങ്ങൾക്ക് 2 മാർക്ക് തന്നെയാണ് കിട്ടുക. ഫോർമാറ്റ് എഴുതിയാലാണ് 2 മാർക്ക് കിട്ടുക. നിങ്ങൾ ഫോർമാറ്റ് പഠിക്കാതിരുന്നാൽ 2 മാർക്ക് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടൂല. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഫോർമാറ്റ് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പം അത്രയാണ് നമുക്ക് പറയാനുള്ളത്. ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.